வந்துட்டாயோ? வந்துட்டான்பா. நான் வந்துட்டேன்னு சொல்லு, திரும்பி வந்துட்டேன்னு. தலா இருந்துட்டு என்ன மிரட்டியா? யாரா சொல்ல? நான் ஒத்த ஆள். എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മള്. എന്തെങ്കിലും പറയാനുള്ള അതില് ഇപ്പൊ എത്ര വെള്ളിയാഴ്ച കഴിഞ്ഞു? അപ്പൊ ഇനി മുതൽ വീഡിയോ ഉണ്ടാവില്ല നമ്മളെ. നമ്മളെങ്ങട്ടാ പോണ്? നമ്മളിപ്പോ മടവണ്ടി മീറ്റപ്പിന്. അതെ, ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അവിടെ പോയാൽ ഇതിലും കൂടുതൽ ഒരുപാട് വണ്ടികൾ കാണാന്ന്. 800ഓളം മീറ്റപ്പാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി രാവിലെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് അങ്ങോട്ട് പോവാണ്. ആണല്ലേ ഷെരീഫാക്കെ കണ്ടെന്ന് വേറെ ലെവലിൽ ലുക്ക് ആയിക്കണം. നല്ല താടിയൊക്കെ ഉണ്ട്, അജിത്തിന്റെ പോലെ. ഇവിടെ ഇവിടെ കാണണ്ടാണ്. താടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിരപ്പിച്ചിട്ടേ ഇച്ചിരി വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതിലും പെടും. ഇത് മോഡലും ആവുകയും ചെയ്യും, വെറുതെ ആൾക്കാരെ എന്തെങ്കിലും ഇതുണ്ടാവുകയെന്ന് വെച്ചാൽ അതിന് രക്ഷപ്പെടുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടേ കളർ അടിച്ചിട്ടാണ്. വയസ്സായിക്കല്ല. ബ്ലോക്ക്, റെയിൽവേ ബ്ലോക്ക്. നമ്മളെ റെഫിഡ വണ്ടി ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ടെന്ന്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരാണ് ഈ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ഈ വണ്ടികളൊക്കെ 1984 മുതലുള്ള വണ്ടികളുണ്ട്. 2014 വരെയുള്ള ഒരുവിധം എല്ലാ മോഡൽ ടൈപ്പ് വണ്ടികളും ഉണ്ട് കേട്ടോ. എല്ലാ ഫുള്ള് ടെർബോ ഉള്ള വണ്ടികൾ വരെ ഉണ്ട് ഇതിൽ. നല്ല ഹൈ ഫെസിലിറ്റീസ് ഉള്ള വണ്ടികൾ, നല്ല ബോക്സ് കാര്യങ്ങൾ, ലൈറ്റുകൾ, അലോയി, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ കുട്ടികളെ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരുപാട് ആൾക്കാർ കൊണ്ടു നടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടികളൊക്കെ ഒരു വീഡിയോ കാണാം. അതുപോലെ തന്നെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തപ്പലും പിടിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 5-6 വണ്ടികൾ ഒന്നിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ തവണ 10-40 വണ്ടികളുണ്ടായിരുന്നു. പ്രാവശ്യം അത് ഒരുപാട് കൂടിയിട്ട് 70-80 വണ്ടികളുടെ മുകളിലുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല വെറൈറ്റി പെയിൻ്റ് അടിച്ച വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. റെഡ്, ബ്ലൂ, അങ്ങനെ അതൊക്കെ വിട്ടിട്ടൊരു അതിൻ്റെയൊക്കെ ഒരു വേറത്. നമ്മളെ എസ്കോബാർ ഉണ്ട് ഇവിടെ. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയുണ്ട്, ഒരു ആൾ ഇന്ത്യ പോയ വണ്ടിയാണ് കേട്ടോ. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയുണ്ട്. ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു അവിടുന്ന് വന്നത്, തിരുപ്പൂർ മോഹൻ എന്നുള്ള പേരായിട്ടുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണെത്താത്ത ദൂരം, അത്ര ദൂരം വണ്ടികളുണ്ട് കേട്ടോ. അങ്ങനെ അത്ര എന്താ പറയുക, ഒരുപാട് ദൂരത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്തു നിന്ന് ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഗ്രൂപ്പിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നല്ല പല ആൾക്കാർക്കും മുഖപരിചയം ഉണ്ടാവില്ല, കണ്ടിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ
கருதுங்களா போனீங்க? கருதுங்களா போச்சு. சூப்பர். எத்தனை பேர் போச்சு? 4 பேர். இந்த காரில் 4 பேரா? 4 பேர். சூப்பர். டென்ட் எல்லாம் அடிச்சு அதில் தான் படுத்துக்கிறது. நைட்டு ஃபுல்லு டென்ட்டில். நைட்டு ஃபுல்லு டென்ட். சாப்பாடு ரோட எங்காவது குக் பண்ணி சாப்பிட்டுக்கிறது. ஓ ഫുള്ള്. 2 സ്റ്റവ്. ഓ 2 സ്റ്റവ് കൊണ്ട് വെച്ചു. പ്രൈസ് എത്ര നാള്? 1 മാസം. அப்பா சூப்பர். இல்ல கருதுக்குள்ள போயிட்டு வந்துட்டோம். லடாக் போய் கருதுக்குள்ள போறதுக்கு மட்டும் 9 days. அங்கே 4 days. மொத்தம் 13 days. 14th day return. அதுக்குள்ள திரும்பி வந்துட்டியா? ഞങ്ങൾക്ക് 14th day flight. அது ஸ்கூல் ஸ்டார்ட் ஆயிருச்சு, பிஸ்னஸ் ஓப்பன் ஆயிருச்சு, ஃபேமிலியே போயிருச்சு. நாங்கள் ஒய்ஃபு பையன் பிஸ்னஸ் பார்க்குறக்கு ஆள் இல்லை. அது நாங்கள் ஒரு கணக்கு போட்டு போனோம். போகிறக்கு ஒரு 5 days, வர்றதுக்கு ஒரு 5 days, அங்கே ஒரு 2 days, 12 days 13 days கணக்கு போட்டோம். அதுக்குள்ளே ரிட்டர்ன் காரில் வந்துடலாம். அந்த காரு ப்ராப்ளம் ஆகி ரேடியேட்டர்லாம் போய் 100 kilometerல ரேடியேட்டர் போய் அப்புறம் பெங்களூர் ஒசூர் போய் ஹால்ட்டு. அப்புறம் அடுத்த நாள் ஒர்க் ஷாப் போய் ரேடியேட்டர் புதுசு போட்டு அதுக்கு வர்ற ஓஸு, ஒரு அலுமினியம் இது எல்லாம் புதுசு போட்டு அதுக்கப்புறம் அந்த நேரம் ஃபுல்லாக போச்சு. அதுக்கப்புறம் ஸ்லோவாக போட்டு சொல்லிட்டாங்க. 60, 70, 80. ഞങ്ങൾ ഒരു വർഷം വണ്ടി റെഡി பண்ணிட்டு 1 year இதுக்காக ரெடி பண்ணுச்சா? நான் 2 மாதம் 2 months ரெடி பண்ணேன். ഇത് വീട്ടിലല്ലേ ഇത്? നമ്മളിവിടെ കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ച പോലെ, വിനോദ് ആയിട്ട് സ്നേഹിച്ച പോലെ നമ്മളൊരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും 800നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇപ്പോഴും നോക്കൂ, ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ സ്നേഹം ഉണ്ടാവും. നമ്മളിപ്പോഴും നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ തള്ളിക്കളയേണ്ട ഒരു വണ്ടിയല്ല 800 തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ലക്ഷറി പല വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിലല്ല കാര്യം. ഇപ്പോഴും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് അതിൻ്റെ പല കാര്യങ്ങളും നോക്കി ഇപ്പോഴും ആ ഒരു പഴക്കം തോന്നാത്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് ഈ ഒരു 800നെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇതായ ഒരു നീഗ്രോ, ഈ വണ്ടിയൊക്കെ ഇപ്പോഴും മോഡലിങ് ആക്കിയെന്നുള്ളൂ, പക്ഷേ അതൊരു പഴയൊരു റേഞ്ചിലേക്ക് നല്ല ഇവിടെ ലഡാക്കിലേക്ക് സഞ്ചരിച്ച ഒരു നമ്മുടെ റഫീഖ് ചെറുപ്പളശ്ശേരി, നസീം ചെറുപ്പളശ്ശേരി, ഇവരെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ എത്രയായി? 1 മാസമായോ നിങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ട്? ഇല്ല, 1 വർഷമാരായി. 1 വർഷമാറായി അല്ലേ? എങ്ങനെയുണ്ടായിരുന്ന നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ? നന്നായിരുന്നു. അതല്ലേ, ഇവിടെ കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഹകരണം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മൾ കേരളത്തിൽ കേരളത്തിൽ നിൽക്കൊണ്ടാണ്. നമ്മുടെ നാടെവിടെയാണ്? ആലുവ അല്ലേ? ആലുവന്ന് വണ്ടി ഉണ്ട് അല്ലേ? തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇതുണ്ട് 800 കൊണ്ട് ഒരു കേരളത്തിലെ മിക്ക ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരുപാട് 800, 100ൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ 800. അതായത് ഇവിടെ കേരളത്തിന് അകത്ത്, അതായത് എല്ലാ ജില്ലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തി. നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച ഒരു ചേട്ടൻ നമ്മൾ പരിചയപ്പെട്ടു. അതേ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയത് സൺഡേ അല്ല, ഇന്ന് ശരിക്കും ഒരു 800 ഡേ ആയിട്ടാണ് നമ്മളിന്ന് കാണുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ട്രിപ്പ് പഠിച്ചത്. നമ്മുടെ ചേട്ടൻ്റെ പേര് തിരുപ്പൂർ മോഹൻ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ, ആളെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളെ വീഡിയോസൊക്കെ കാണാം.
மறக்காம இந்த வீடியோ லைக் பண்ணி ஷேர் பண்ணி சப்ஸ்கிரைப் பண்ணிடுங்க. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. സപ്പോർട്ട് ചെയ്യണം. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച ഒരാളാണ്. കാണിക്ക് KL10U 5764. എല്ലാവരും നല്ല വാക്ക് കൊടുക്കണം. പ്രൈസ് കാണിക്ക്. ഇതിനുള്ളിൽ നമ്മൾ കണ്ടുള്ള പുള്ളിയുടെ വണ്ടിയിലാണ് നിലവിലുള്ള ഹെഡ്ലൈറ്റ്. അതുപോലെ തന്നെ കസ്റ്റംഡ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുള്ളി കസ്റ്റം ചെയ്യാത്തൊരു സാധനവുമില്ല. അപ്പൊ കഴിഞ്ഞ തവണ ഇന്നാഴ്ചയുടെ മേടിച്ചത് പുള്ളി കേട്ടോ. നമുക്കിത് മാറ്റി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അടുത്തുള്ള നമ്മള് മോഹനോട് പറഞ്ഞു അനുഭവങ്ങളെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തമിഴിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രകൃതിക്ക് മനസ്സിലായോ. ഇനി നമുക്കത് മലയാളത്തിൽ കേൾക്കാം. എങ്ങനെയുണ്ടെന്നുള്ളതല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റഫീഖ്. നമ്മളിങ്ങനെ പോകണമെന്ന് പ്ലാൻ ഉള്ളപ്പോൾ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്ലാനാണ്. എവിടെ നടക്കുമെന്ന് അറിയില്ല, എന്തെങ്കിലും നടക്കും. അപ്പോ അറിയിക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഒരു 5-6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്കിതൊന്ന് തട്ടിക്കൊണ്ടെങ്കിൽ ഒത്തു വന്നപ്പോഴത്തേന് 6 മാസം കഴിഞ്ഞു. ഞങ്ങളിത് നാട്ടിൽ പറഞ്ഞപ്പോൾ 800 നിങ്ങൾ പോവേ ഇവിടുന്ന് അവിടെ തൂതപ്പാലുണ്ട്. തൂതപ്പാലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ബോർഡറാണ്. അത് കടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ആ പ്രാന്തമാരുടെയൊക്കെയാണ് വേറെ കുറെ പ്രാന്തമാരെ കൊണ്ട് കേരളം മൊത്തമുള്ള വണ്ടികൾ നിർത്തിയാണ് ഞങ്ങളെ യാത്രക്കാര്. അവരൊക്കെ എത്തി. ഞങ്ങള് നല്ല യാത്രകൾക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗത്ത് കിട്ടി. പിന്നെ അവിടെ അവർ സ്റ്റാർട്ട് ചെയ്ത് കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, തിരിച്ചു വരുമ്പോൾ UP, അങ്ങനെ പോകും. ഇതിന് അനുഭവങ്ങൾ പറയാന്ന് വെച്ചാല് നമ്മളെ വണ്ടിനെ കുറിച്ചുള്ള പറയാം. ഇത്ര ചെറിയ വണ്ടി കൊണ്ട് ഈ 4 ആളും ഇത്രയും ലഗേജ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഒരു 18 കിലോമീറ്റർ 17 കിലോമീറ്റർ ലഗേജ് ചെയ്തു. പിന്നെ ഇത്ര കിലോമീറ്റർ ഓടി കാര്യമായിട്ട് കിട്ടിയൊരു പണി എന്ന് വെച്ചാല് അതിന്റെ ഫാൻ ബെൽറ്റ് ഒരു വട്ടം പൊട്ടി. അല്ലാതെ വേറൊരു പണി നമ്മളെ വണ്ടിക്ക് കിട്ടിയില്ല. തിരിച്ചു പോരുമ്പോൾ ഞങ്ങള് ഒറ്റ സ്ട്രെച്ചിൽ 2500 കിലോമീറ്ററാണ് ഓടിയത്. അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നിർത്തിയിട്ടുള്ളൂ. 3 ആളും മാറി മാറി വണ്ടി ഓടിച്ച് പോരുന്നത്. കാരണം പെട്ടെന്ന് നാട്ടിലെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. UP-ന്ന് അരീക്കട്ടിന്ന് നേരെ ചെറുപ്പശ്ശേരി വരെ. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നിർത്തിയിട്ടുള്ളൂ. ഒരു വട്ടം പോലും ഹിറ്റാവേ വേറൊരു കംപ്ലൈൻറ്റ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടില്ല. 800 പറഞ്ഞൊരു മുട്ടാണ്. പിന്നെ വേറെ കാര്യങ്ങൾ പറയുന്നത് ഇത് എങ്ങനെ പറയാം. വാർലാ പാസ് പറഞ്ഞിട്ട് ഒരു കരയുണ്ട്. അവിടെ റോഡില്ല, വെറും കല്ലുകൾ മാത്രമാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം പോകുമ്പോൾ
മിലിറ്ററിക്കാർ ഞങ്ങളുടെ വണ്ടി തടഞ്ഞു. ഒരു മിലിറ്ററി വണ്ടി കിട്ടോ. അവർ പറഞ്ഞു നിങ്ങളെ വണ്ടി പോവില്ല, എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ പതുക്കെ പോയി. അവിടെ ഓക്സിജൻ കണ്ടന്റ് കുറവായ കാരണം കുറച്ച് വെയിറ്റ് കുറവായിരുന്നു, എന്നാലും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടില് ഹാർലി ഡേവിഡ്സന്റെ റാലി ഇങ്ങനെ പോകുന്നുണ്ട്. അവര് അത് കയറാൻ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കണം. അത് ഞങ്ങൾ കുറച്ച് സ്പേസ് തരും ഫോട്ടോ വെച്ചു. നമ്മളെ വണ്ടി കൂടുതലായി കയറികൾ പോയി. അതിവിടെ ഞാനും കാണിച്ചു. അങ്ങനെ പിന്നെ അങ്ങനെ വണ്ടി കൊണ്ട് നമുക്ക് യാത്രയിൽ ഫുൾ ഉപകാരം കിട്ടുള്ളൂ. ഒരു അവിടുത്തെ രാജാവാണ് പറയാം, ഗുജറാത്തിലെ അവിടുത്തെ ഒരു ദൈവമാണ് ആള് വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. ആള് ഭയങ്കര വണ്ടിപ്പില്ലാത്ത കേട്ടോ. 1946 മോഡല് റോൾസ് റോയ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അവിടെ താമസിച്ചു. ആള് 4 വർഷത്തിന് ശേഷം ആദ്യം ഓടിക്കുന്ന വണ്ടി നമ്മുടെ വണ്ടിയാണ്. ആള് വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഓടിക്കണം പറഞ്ഞ് 2 റോഡ് അടിച്ചു വന്നു. പിന്നെ അങ്ങനെ കുറെ താമസം ഫുഡൊക്കെ നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി കൊണ്ട് നല്ല അനുഭവമില്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ പറയുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗത്ത് അന്ന് വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. വലുത് പറഞ്ഞാൽ വളരെ വലുത്. അന്ന് ആ യാത്രയുടെ ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഫാമിലിയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയണം, ഒരുപാട് നന്ദി. വീണ്ടും അങ്ങോട്ടും സഹകരണം ഉണ്ടാവും, നമുക്ക് തിരിച്ചുണ്ടാവുമെന്ന് അറിയാം. ഒരുപാട് നന്ദി. Special tribute to All-India Tour Rider Team, Nalai Reddy. Thanks to the brothers and thank you so much. Our India 24 respect Mariadela കൊടുത്ത് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോകുന്ന മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഒவ்வொரு வருஷம் உங்களுடைய அனுபவம் எவ்வளோ கொண்டு உங்களுக்கு தமிழ்நாடு நிறைய നെക്സ്റ്റ് ഇയർ എടുക്കും. ഇന്ന വർഷം 3 വണ്ടി വരുന്നുണ്ട്, നെക്സ്റ്റ് ഇയർ 30 വണ്ടി വരും. കഴിഞ്ഞില്ല. നീ അതേപോലെ ഇടണ്ട്. നീ നേരെ പിടിക്കേണ്ട തലയിലില്ല, തല മാത്രമേ ഉള്ളൂ ഇതില്. തലയില്ലേ? ഇത് വൈഡാണ്, വൈഡ് വ്യൂ. ഭയങ്കര ഹൈടെക് സെറ്റപ്പുകളുള്ളൂ ഞങ്ങൾ ലോ സെറ്റപ്പ്. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ച് ചെറുപ്പശ്ശേരിക്കുള്ള യാത്രയിലാണ്. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഒന്നാമത് നമ്മളവിടെ ചെന്ന് നമ്മൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാനില്ലേ. നമ്മൾ ആൾ ഇന്ത്യ ടൂറിന് ശേഷം എന്നാണ് പല ആൾക്കാരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ സംസാരത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും കൂടി നമ്മളെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ള വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കഴിയുന്ന പോലെയൊക്കെ നിങ്ങളെ കൊണ്ടാവണ പോലെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ നമ്മളോട് പറയണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിനനുസരിച്ച് ചെയ്യാം.